പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് വലിയൊരു സ്വാഗതം. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ചരിത്രരേഖകളിലൂടെ വളരെ വിശദമായ ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. അതെ, എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയം ഒരു കേരള ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം. അതെ, 1758 മുതൽ 1798 വരെ, അതായത് കൃത്യം 40 വർഷക്കാലം അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു. ശരിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിശദമായ വിശകലനത്തിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. യുദ്ധങ്ങളുടെയും അതുപോലെ വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളുടെയുമൊക്കെ പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെയാണ് ഒരു ഭരണാധികാരി മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സാംസ്കാരിക നവോത്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുക. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. തുടങ്ങാം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്താണെന്നാൽ, അദ്ദേഹം തന്നെ മുൻഗാമിയായ മാർത്താണ്ഡവർമ്മയുടെ നയങ്ങൾ തുടർന്നതിനൊപ്പം തന്നെ അസാധാരണമായ ഭരണതന്ത്രജ്ഞതയാണ് പ്രകടിപ്പിച്ചത് എന്നതാണ്. അതെ, കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ഈ രാജാവ് ചരിത്രത്തിൽ കൂടുതൽ അറിയപ്പെടുന്നത് ധർമ്മരാജാവെന്നാണ്. അതുമാത്രമല്ല, നൽകപ്പെട്ട രേഖകൾ പ്രകാരം ഒരു തൃപ്പാപ്പൂർ മൂപ്പൻ, പിന്നെ ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ശരിയാണ്. ഇതുകൂടാതെ അക്കാലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ കിഴവൻ രാജാവെന്നും വിളിച്ചിരുന്നു. എനിക്കിവിടെ ആദ്യം ചോദിക്കാനുള്ളത് ഈ പേരുകളെക്കുറിച്ചാണ്. എന്താണ് ഈ മൂപ്പൻ എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. മൂപ്പൻ എന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ എന്നാണ് അർത്ഥമാക്കുന്നത്. ആഹാ, അപ്പോ അതൊരു അധികാരസ്ഥാനമാണോ? അതെ. തൃപ്പാപ്പൂർ, ചിറവായൂർ എന്നീ രാജകുടുംബ ശാഖകളുടെ ഏറ്റവും മുതിർന്ന കാരണവരായിരുന്നു എന്നാണ് ആ പേരുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ധർമ്മരാജാവെന്ന പേര് വന്നതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. മൈസൂർ പടയോട്ടത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങളാണല്ലോ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അക്കാലത്ത് മൈസൂർ പടയോട്ടം മലബാറിൽ രൂക്ഷമായ സമയത്ത് അവിടെ നിന്നും സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്ത് തിരുവിതാംകൂറിലേക്ക് എത്തിയത്. വെറുമൊരു ചെറിയ കൂട്ടം ആളുകളല്ല കേട്ടോ. ഒടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവൻ കയ്യിൽ പിടിച്ചോടിയ വലിയൊരു ജനസമൂഹം. അതെ. ഇങ്ങനെ ഭയന്നോടിയെത്തിയ അഭയാർത്ഥികൾക്ക് അദ്ദേഹം തികഞ്ഞ ധാർമ്മികതയോടെ അഭയം നൽകി. ഈയൊരു വലിയ കാരണത്താലാണ് ചരിത്രത്തിൽ അദ്ദേഹം ധർമ്മരാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. മിരിക്കൂ, അവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അഭയം നൽകിയത് വലിയൊരു മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമാണെന്നത് ശരി തന്നെ. പക്ഷെ തികച്ചും പ്രായോഗികമായ ഒരു രാഷ്ട്രീയ തലത്തിൽ ചിന്തിച്ചു നോക്കൂ. അതെ. സാക്ഷാൽ ടിപ്പു സുൽത്താന്റെ ശത്രുക്കൾക്കാണ് അദ്ദേഹം സ്വന്തം രാജ്യത്ത് അഭയം നൽകുന്നത്. അത് തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ റിസ്ക് ആയിരുന്നില്ലേ? ടിപ്പുവിനെ നേരിട്ട് പ്രകോപിപ്പിക്കുന്നതിന് തുല്യമല്ലേ അത്? തീർച്ചയായും അതൊരു ഭയപ്പെടുത്തുന്ന റിസ്ക് തന്നെയായിരുന്നു. അക്കാലത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ സൈന്യങ്ങളിൽ ഒന്നായിരുന്നു മൈസൂരിൻ്റേത്. ആ അഭയാർത്ഥികളെ സംരക്ഷിക്കുക എന്നാൽ അക്ഷരാർത്ഥത്തിൽ ടിപ്പു സുൽത്താനെ യുദ്ധത്തിന് ക്ഷണിക്കുക എന്നാണ് അർത്ഥം. എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. അവിടെയാണ് നമ്മൾ ആ വ്യക്തിത്വം മനസ്സിലാക്കേണ്ടത്. എളുപ്പമുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് ആ പാവങ്ങളെ പുറത്താക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സ്വന്തം രാജ്യത്തിന് എത്ര വലിയ ഭീഷണിയുണ്ടായാലും വന്നവരെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ ധീരമായ തീരുമാനമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ധർമ്മരാജാവാക്കുന്നത്. അത് വളരെ രസകരമായ ഒരു വസ്തുതയാണ്. ശരി, ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ അഭയാർത്ഥികളായി എത്തുമ്പോൾ രാജ്യത്തിന് കൂടുതൽ വിഭവങ്ങളും സുരക്ഷയും ആവശ്യമായി വരുമല്ലോ. തീർച്ചയായും വരും. അദ്ദേഹം വരവെ പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നില്ലല്ലോ. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന അതിർത്തി വികസനങ്ങളെക്കുറിച്ചും നയതന്ത്ര തീരുമാനങ്ങളെക്കുറിച്ചുമൊന്ന് സംസാരിക്കാം. ആലങ്കാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. അതെ. അതുപോലെ മറ്റൊരു സുപ്രധാനമായ കാര്യം, തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്തുനിന്ന് ഇന്നത്തെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അദ്ദേഹമാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമിതാണ്. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം അങ്ങനെ മാറ്റുക എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. എന്തിനായിരിക്കും അദ്ദേഹം അത് ചെയ്തത്? ഇതിനെ വിശാലമായ ഒരു തലത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തലസ്ഥാനം മാറ്റിയത്
ഭരണപരമായ സൗകര്യത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. ഒന്ന്, ഭൂമിശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കൂ. പത്മനാഭപുരം തിരുവിതാംകൂറിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പ്രദേശമാണ്. അതെ, എന്നാൽ യുദ്ധഭീഷണികൾ മുഴുവൻ വരുന്നത് വടക്കുനിന്നാണ്. അപ്പോൾ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം ഇത്രയും ദൂരെ ഇരിക്കുന്നത് സൈനികമായ നീക്കങ്ങൾക്ക് വലിയ കാലതാമസമുണ്ടാക്കും. വടക്കൻ അതിർത്തിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യം മധ്യഭാഗത്തുള്ള തിരുവനന്തപുരമായിരുന്നു ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയത് വളരെ ബുദ്ധിപൂർവമായ ഒരു സൈനിക നീക്കമായിരുന്നു. 100%. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞതയുടെ മറ്റൊരു മികച്ച ഉദാഹരണമാണ് 1789 നടന്ന ഒരിടപാട്. ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും അദ്ദേഹം വിലയ്ക്കു വാങ്ങി. ഞാൻ ആ ചരിത്രരേഖകളിൽ അത് വായിച്ചിരുന്നു. പക്ഷെ എനിക്കത് വായിച്ചപ്പോൾ ചെറിയൊരു അതിശയം തോന്നി. എന്തിനാണ് അദ്ദേഹം പണം കൊടുത്ത് ആ കോട്ടകൾ വാങ്ങിയത്? യുദ്ധം ചെയ്ത് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? അവിടെയാണ് ധർമ്മരാജാവിന്റെ നയതന്ത്ര ബുദ്ധി നമ്മൾ കാണേണ്ടത്. യുദ്ധം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല അത് വാങ്ങിയത്. അതൊരു അസാമാന്യമായ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. അത് എങ്ങനെയാണ്? ആ കോട്ടകൾ കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിലാണ് കിടക്കുന്നത്. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിലേക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയും അതുതന്നെയായിരുന്നു. ആ കോട്ടകൾ ഡച്ചുകാരുടെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം ടിപ്പുവിനെ അവരെ ഭീഷണിപ്പെടുത്തി ആ വഴി തുറക്കാമായിരുന്നു. ശരിയാണ്. എന്നാൽ ധർമ്മരാജാവ് ആ കോട്ടകൾ ഡച്ചുകാരിൽ നിന്ന് വിലയ്ക്കു വാങ്ങിയതോടെ ആ അതിർത്തി നിയമപരമായി തിരുവിതാംകൂറിന്റെ സ്വന്തമായി മാറി. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ശത്രുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ കഴിയുന്ന അയൽക്കാരന്റെ പിൻവാതിൽ നിങ്ങൾ തന്നെ പണം കൊടുത്തു വാങ്ങുന്നതിന് തുല്യമാണിത്. ഗംഭീരമായൊരു നീക്കം തന്നെ. ഇത് കണ്ടപ്പോൾ ടിപ്പു സുൽത്താൻ അക്ഷരാർത്ഥത്തിൽ രോഷാകുലനായിട്ടുണ്ടാകണം. തീർച്ചയായും. കാരണം നിയമപരമായി ടിപ്പുവിനെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. പിന്നീട് 1795 ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയിലും ധർമ്മരാജാവ് ഒപ്പുവെച്ചു. കൂടുതൽ കരുത്തരായ ഒരു സഖ്യകക്ഷിയെ ഒപ്പം നിർത്താൻ വേണ്ടി എടുത്ത ചുവടുവെപ്പായിരുന്നു അത്. ഇത്രയധികം യുദ്ധഭീഷണികൾ നേരിടുന്നതിനൊപ്പം അതിർത്തികൾ സംരക്ഷിക്കുക, കോട്ടകൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു രാജാവിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് ഒരിക്കലും സാധ്യമല്ല. ഇല്ല. അവിടെയാണ് ധർമ്മരാജാവിന്റെ ഭരണകുശലതയ്ക്ക് പിന്നിലെ രണ്ട് പ്രധാന വ്യക്തികളെ നമ്മൾ പരിചയപ്പെടേണ്ടത്. ഒരു വലിയ സാമ്രാജ്യത്തെ താങ്ങി നിർത്തുന്ന രണ്ട് ശക്തമായ തൂണുകളായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് ദിവാൻമാർ, അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയും കേശവപിള്ളയും. അതെ, ഇവർ രണ്ടുപേരുമാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തികവും ഭരണപരവുമായ അടിസ്ഥാനം മാറ്റിയെഴുതിയത്. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിന്റെ വ്യാപാര പുരോഗതിക്കും മറ്റും കേശവപിള്ളയാണ് കാരണം എന്നാണ് പൊതുവെയുള്ളൊരു സംസാരം. പക്ഷെ അതിനൊക്കെ വളരെ മുൻപ് തന്നെ അടിസ്ഥാനമൊരുക്കിയത് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയല്ലേ? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ? കൃത്യമായി പറഞ്ഞു. കേശവപിള്ള ഒരു വലിയ സാമ്പത്തിക വിപ്ലവം സൃഷ്ടിക്കുന്നതിനു മുൻപ് അതിനുള്ള മികച്ച അടിത്തറ ഒരുക്കിയത് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണ്. അദ്ദേഹം കൊച്ചി രാജാവിനും സാമൂതിരിക്കുമെതിരായ യുദ്ധങ്ങൾ നയിച്ചു. അതുപോലെ യൂസഫ് ഖാനുമായുള്ള പ്രസിദ്ധമായ കളക്കാട് യുദ്ധത്തിന് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ്. അതിർത്തികൾ സുരക്ഷിതമാക്കിയ ശേഷം അദ്ദേഹം റവന്യൂ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് ഞാൻ വായിച്ചിരുന്നു. അതെ, അദ്ദേഹം നികുതി വകുപ്പ് പൂർണ്ണമായും പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച് കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചു. കാർഷിക മേഖലയിലും അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നു. നീണ്ടക്കരക്കടുത്തുള്ള വനപ്രദേശം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി മാറ്റിയത് അദ്ദേഹമാണ്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് ആ കാലത്ത് വളരെ അത്യാവശ്യമായിരുന്നല്ലോ. അത്യാവശ്യമായിരുന്നു. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ സംഭാവനകൾ നൽകി. ഇന്ന് കേരളത്തിന്റെ കാശി എന്നറിയപ്പെടുന്ന വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ടുതന്നെ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള വർക്കലയുടെ സ്ഥാപകൻ എന്നും അറിയപ്പെടുന്നു. ഗതാഗതം സുഗമമാക്കാൻ കൊല്ലം പുറക്കാട് റോഡ് നിർമ്മിച്ചതും കൃഷ്ണപുരം കൊട്ടാരം പുതിയ സ്ഥാനത്ത് പണിതതുമെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അതെ, അങ്ങനെ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള ഒരു മികച്ച അടിസ്ഥാനമൊരുക്കി. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. തിരുവിതാംകൂറിനെ സാമ്പത്തികമായി മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയത് രണ്ടാമത്തെ ദിവാനായ കേശവപിള്ളയാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു രസകരമായ കാര്യമുണ്ട്. ഉത്തരേന്ത്യൻ മാതൃക അനുസരിച്ച് ആദ്യമായി ദിവാൻ എന്ന പദവി സ്വീകരിച്ച വ്യക്തിയാണ് കേശവപിള്ള. ശരിയാണ്.
അദ്ദേഹത്തിന്റെ ഭരണമികവ് കണ്ട് അക്കാലത്തെ ഗവർണർ ജനറലായിരുന്ന മോണിംഗ്ടൺ പ്രഭു, അതായത് വെല്ലസ്ലി പ്രഭു, അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകി. എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്നോ? വളരെ വിനയപൂർവ്വം തന്റെ പേരിനൊപ്പം ദാസൻ എന്നുകൂടി ചേർത്ത് അദ്ദേഹം സ്വയം രാജാ കേശവദാസനായി. വലിയൊരു വിനയമുള്ള പ്രവൃത്തിയാണത്. ആ വിനയവും ജനങ്ങളോടുള്ള കരുതലും കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ആദരവുപൂർവ്വം വലിയ ദിവാൻജി എന്ന് വിളിച്ചത്. തിരുവിതാംകൂറിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിവരച്ച വലിയൊരു ദീർഘദർശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ആലപ്പുഴ തുറമുഖപ്പട്ടണത്തിന്റെ സ്ഥാപനമാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം പണികഴിപ്പിച്ചതും അദ്ദേഹമാണ്. തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാറിനെ ഒരു വ്യാപാര നഗരമാക്കി മാറ്റി. അതെ, കുളച്ചൽ, വിഴിഞ്ഞം, പൂന്തുഴ എന്നീ തുറമുഖങ്ങൾ അദ്ദേഹം മെച്ചപ്പെടുത്തി. വിഴിഞ്ഞത്ത് കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഏർപ്പാട് പോലും അദ്ദേഹം ഉണ്ടാക്കി. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ MC റോഡ് ഉൾപ്പെടെ അനേകം പുതിയ റോഡുകളും തോടുകളും അദ്ദേഹം നിർമ്മിച്ചു. 1773 സമഗ്രമായ ഒരു റവന്യൂ സർവേയും നടത്തി. അപ്പോൾ നമ്മൾ കണ്ടത് വാണിജ്യവും കൃഷിയും ഗതാഗതവും എല്ലാം വികസിക്കുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം മുകളിൽ തൂങ്ങി നിൽക്കുന്ന വലിയൊരു വാളുണ്ടായിരുന്നു അക്കാലത്ത്. സാക്ഷാൽ ടിപ്പു സുൽത്താൻ. അതെ, വലിയൊരു ഭീഷണി തന്നെയായിരുന്നു അത്. മലബാറിനെ അടിയറവ് പറയിച്ച് ആലുവ വരെ എത്തിയ ടിപ്പു സുൽത്താന്റെ സൈനിക മുന്നേറ്റത്തെ തടയാൻ തിരുവിതാംകൂറിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ടിപ്പുവിനെ പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധനിര സംഘടിപ്പിച്ചത് രാജാ കേശവദാസന്റെ വലിയൊരു നേട്ടമായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരു സൈന്യത്തെ ഈ ചെറിയ രാജ്യം എങ്ങനെയാണ് തടഞ്ഞു നിർത്തിയത്? അവിടെയാണ് നമ്മൾ പ്രതിരോധ രംഗത്തെ മറ്റൊരു നിർണായക വ്യക്തിയെ ഓർക്കേണ്ടത്: ഡിലനോയി. രാജാ കേശവദാസന്റെ നയതന്ത്രത്തിനൊപ്പം ഡിലനോയുടെ സൈനിക മികവ് കൂടി ചേർന്നപ്പോഴാണ് തിരുവിതാംകൂർ സുരക്ഷിതമായത്. മൈസൂർ പടയെ തടഞ്ഞു നിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് നെടുങ്കോട്ടയാണ്. ഈ നെടുങ്കോട്ടയെന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ കോട്ടയുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. അത് ഒരു ഒറ്റപ്പെട്ട കോട്ടയായിരുന്നില്ല. 1789 ഈ കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ഡിലനോയിയാണ്. വടക്കൻ അതിർത്തിയിലൂടെ നിർമ്മിച്ച വലിയൊരു പ്രതിരോധ മതിലായിരുന്നു അത്. ആ കോട്ട കടന്ന് തിരുവിതാംകൂറിലേക്ക് പ്രവേശിക്കുക എന്നത് ടിപ്പു സുൽത്താന്റെ സൈന്യത്തിന് അസാധ്യമായ കാര്യമായി മാറി. ഒരു വശത്ത് വാണിജ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ പ്രതിരോധ കോട്ടകൾ ഉയർത്താനും കഴിഞ്ഞുവെന്നത് അത്ഭുതമാണ്. ഈ യുദ്ധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമിടയിലും 1766 രാജാവ് രണ്ടാം തൃപ്പടിദാനം നടത്തിയ കാര്യം രേഖകളിലുണ്ട്. ആദ്യത്തെ തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മയാണ് നടത്തിയതെന്ന് നമുക്കറിയാം. ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ടായിരുന്നോ? തീർച്ചയായുമുണ്ട്. തൃപ്പടിദാനം എന്നാൽ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറവ് വയ്ക്കുന്ന ആത്മീയ കർമ്മമാണ്. ഇതിന് വലിയൊരു ആത്മീയ തലമുണ്ടെങ്കിലും വളരെ ബുദ്ധിപരമായൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണിത്. രാജ്യം ദൈവത്തിൻ്റെതാകുമ്പോൾ രാജ്യത്തിനെതിരെയുള്ള ഏത് ആക്രമണവും ദൈവത്തിനെതിരെയുള്ള ആക്രമണമായി ജനങ്ങൾ കാണും. ഇത് ശത്രുക്കൾക്ക് മുന്നിൽ വലിയ മാനസിക പ്രതിരോധം തീർക്കാൻ സഹായിച്ചു. യുദ്ധം, അഭയാർത്ഥി പ്രശ്നം, തുറമുഖ നിർമ്മാണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയ തിരക്കാണ്. എന്നാൽ ഇതിനിടയിലാണ് തിരുവിതാംകൂറിൽ സാംസ്കാരിക നവോത്ഥാനം കൂടി നടക്കുന്നത്. മാർത്താണ്ഡവർമ്മ തുടങ്ങിവെച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ ധർമ്മരാജാവിന്റെ കാലത്താണ്. അതെ, വലിയൊരു നേട്ടമാണത്. ഇതിലേറ്റവും ആകർഷകമായ ഒരു കാര്യം കൂടിയുണ്ട്. സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രശസ്തമായ കുലശേഖരമണ്ഡപം ക്ഷേത്രത്തിൽ നിർമ്മിച്ചതും ഇതേ ഭരണകാലത്താണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം സംസ്കൃതത്തിൽ ബാലരാമഭരതം എന്ന കൃതി രചിച്ചു. ആട്ടക്കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. അതെ, രാജസൂയം, സുഭദ്രാഹരണം, പാഞ്ചാലി സ്വയംവരം, ഭഗവതം, കല്യാണ സൗഗന്ധികം, ഗന്ധർവ വിജയം, നരകാസുരവധം എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ ആട്ടക്കഥകൾ. അദ്ദേഹം സ്വന്തമായി കൃതികൾ രചിച്ചു എന്നത് മാത്രമല്ല, മറ്റ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രശസ്ത നടന്മാരെയും ഗായകരെയും മേളക്കാരെയും ഉൾപ്പെടുത്തി ഒരു കൊട്ടാരം കഥകളി യോഗം അദ്ദേഹം ഏർപ്പാടാക്കി. ശരിയാണ്. കുഞ്ചൻ നമ്പ്യാർക്കും ഉണ്ണായി വാര്യർക്കും നൽകിയ പ്രോത്സാഹനവും എടുത്തു പറയേണ്ടതാണ്. അതെ, പണ്ഡിതന്മാരെ ബഹുമാനിക്കാൻ രാജാവ് ഇടയ്ക്കിടെ പണ്ഡിത സദസ്സുകൾ വിളിച്ചുകൂട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുക അഥവാ മൾട്ടിടാസ്കിംഗ് ചെയ്യാൻ നമ്മളിൽ പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. വളരെ ശരിയാണ്. എന്നാൽ ഇവിടെ ഒരു വശത്ത് യുദ്ധഭീഷണി,
മറുവശത്ത് അഭയാർത്ഥികളുടെ പ്രതിസന്ധി. ഇതൊക്കെ നേരിടുന്നതിനൊപ്പം തന്നെയാണ് അദ്ദേഹം വാണിജ്യത്തിനായി തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ക്ഷേത്രഗോപുരങ്ങൾ പണിതതും സാഹിത്യകൃതികൾ രചിച്ചതും. കല, സാഹിത്യം, വാസ്തുവിദ്യ, വ്യാപാരം എന്നിവയെല്ലാം ഒരു രാജാവ് എങ്ങനെ വിജയകരമായി സമന്വയിപ്പിച്ചു എന്നത് വലിയൊരു പാഠമാണ്. തീർച്ചയായും. ഇതുകൂടാതെ മറ്റു മതങ്ങളോട് അദ്ദേഹം കാണിച്ച ഔദാര്യപൂർണമായ സമീപനവും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ സുപ്രധാന അധ്യായമായി ഈ ഭരണകാലത്തെ മാറ്റുന്നു. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്താണത്? തിരുവിതാംകൂറിന്റെ പുരോഗതിക്കായി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത, ടിപ്പുവിനെ പോലും പ്രതിരോധിച്ച ആ വലിയ ദിവാൻജി രാജാ കേശവദാസന്റെ അന്ത്യമെങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയൊക്കെ ചെയ്ത അദ്ദേഹത്തിന് സ്വാഭാവികമായും വളരെ മികച്ചൊരു വിടവാങ്ങൽ തന്നെയല്ലേ ലഭിച്ചിട്ടുണ്ടാവുക? നിർഭാഗ്യവശാലല്ല. അത് അങ്ങേയറ്റം ദുരന്തപൂർണമായിരുന്നു. ധർമ്മരാജാവിന്റെ മരണശേഷം ഉപജാപക സംഘം അദ്ദേഹത്തെ അധികാരഭ്രഷ്ടനാക്കി. ഒടുവിൽ 1799 കോട്ടയ്ക്കകത്തെ വസതിയിൽ വെച്ച് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. എത്ര വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താലും അധികാരത്തിന്റെ ഇടനാഴികളിലെ അണിയറ നാടകങ്ങൾ അർഹരായവരുടെ പോലും ജീവൻ എടുക്കാൻ മാത്രം ക്രൂരമായിരിക്കാമെന്ന യാഥാർത്ഥ്യം ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു അവസാനമാണത്. സ്വന്തം ജീവൻ കൊടുത്ത് വളർത്തിയ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ അങ്ങനെയൊരു ദുരന്തം നേരിടേണ്ടി വരിക എന്നത് വലിയൊരു വഞ്ചനയാണ്. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇത് പ്രചോദനമാകും എന്ന് വിശ്വസിക്കുന്നു. ചരിത്രത്തിലെ ഇത്തരം കൗതുകകരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.